അധികാരത്തിൽ വന്നാൽ ബജ്രംഗ് ദൾ ഉൾപ്പെടെയുള്ള വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സംഘടനകളെ നിരോധിക്കുമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനം വിവാദമായിരുന്നു. ഇത് ആയുധമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം രംഗത്തെത്തിയതിനു പിന്നാലെ വിഷയം മയപ്പെടുത്തുകയാണ് കോൺഗ്രസ്. വോട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ജയ് ബജ്രംഗ് ബലി എന്ന് വിളിക്കണമെന്ന് മോദി ആഹ്വാനം ചെയ്തിരുന്നു. പാർട്ടി അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്ത് പുതിയ ഹനുമാൻ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമെന്ന് കർണാടക PCC അധ്യക്ഷൻ DK ശിവകുമാർ പറഞ്ഞു. ബജ്രംഗ് ദൾ വിഷയത്തിൽ BJP ആക്രമണം ശക്തമാക്കിയതിനു പിന്നാലെയാണ് കോൺഗ്രസിന്റെ നീക്കം. അധികാരത്തിലെത്തിയാൽ സംസ്ഥാനമെമ്പാടുമുള്ള ഹനുമാൻ ക്ഷേത്രങ്ങൾ പുനരുദ്ധീകരിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ ഹനുമാൻ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ മുൻഗണന നൽകുമെന്നും ശിവകുമാർ കൂട്ടിച്ചേർത്തു. ബജ്രംഗ് ദളിനെ നിരോധിക്കുക എന്നത് സംസ്ഥാന സർക്കാരിന് സാധ്യമായ കാര്യമല്ലെന്ന് കർണാടക മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ വീരപ്പ മൊയ്ലിയും പറഞ്ഞു. ഇത്തരമൊരു നിർദ്ദേശം കോൺഗ്രസിന് മുമ്പാകെയില്ല. ഒരു സംഘടനയെ നിരോധിക്കുക എന്നത് ഒരു സംസ്ഥാന സർക്കാരിന് സാധ്യമല്ലെന്നും വിഷയത്തിൽ സംസ്ഥാന അധ്യക്ഷൻ DK ശിവകുമാർ കൂടുതൽ വ്യക്തത നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ചൊവ്വാഴ്ച പുറത്തിറങ്ങിയ പ്രകടന പത്രികയിലാണ് ബജ്രംഗ് ദൾ, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളെ സംസ്ഥാനത്ത് നിരോധിക്കുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തത്. PFI, ബജ്രംഗ് ദൾ എന്നിവയെ നിരോധിക്കുമെന്ന് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പരാമർശിച്ചിട്ടുണ്ട്. ബജ്രംഗ് ദളിനെ നിരോധിക്കുക എന്നത് കർണാടക സർക്കാരിന് സാധ്യമായ കാര്യമല്ല. വിദ്വേഷ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ സുപ്രീം കോടതി പോലും വിധിച്ചിട്ടുണ്ട്. ബജ്രംഗ് ദളിനെ നിരോധിക്കണമെന്ന ആവശ്യം കോൺഗ്രസിനില്ലെന്നും മൊയ്ലി പറഞ്ഞു. മെയ് 10-നാണ് കർണാടകയിൽ പോളിംഗ്, 13-ന് ഫലം പ്രഖ്യാപിക്കും. അതേസമയം വിവിധ കാരണങ്ങളാൽ വ്യത്യസ്തവും ചരിത്രപരവുമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും കർണാടകയിലെ നിയമസഭയിലേക്ക് നടക്കുന്നതെന്ന് കേന്ദ്രമന്ത്രിയും കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ MPയുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ ചരിത്രപരമായ ഘടകങ്ങളിലൊന്ന് നിരവധി വർഷങ്ങൾക്ക് ശേഷം നിർണായക ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു പാർട്ടി ഉണ്ടാകുമെന്നും അത് BJP തന്നെ ആയിരിക്കുമെന്നതുമാണ്. 2018-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും JDSനെയും സംസ്ഥാനത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ അന്നത്തെ ജനവിധി BJPക്ക് അനുകൂലമായി. എന്നാൽ ഇരു പാർട്ടികളും ഒത്തുചേർന്ന് 20 മാസത്തോളം ജനവിധി ഹൈജാക്ക് ചെയ്താണ് നമ്മൾ അന്ന് കണ്ടത്. അടുത്ത 5 വർഷം തടസ്സമില്ലാത്തതും സുസ്ഥിരവുമായ വികസനം യാഥാർത്ഥ്യമാക്കുന്നതിന് കെൽപ്പുള്ള സർക്കാരിനെ തെരഞ്ഞെടുക്കണമെന്നാണ് ഇന്ന് BJPയുടെ അഭ്യർത്ഥനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് പല പാർട്ടികളും ചെയ്യുന്നത് പൊള്ളയായ കുറച്ചേറെ വാഗ്ദാനങ്ങൾ കുത്തിനിറച്ച പ്രകടന പത്രികകൾ തട്ടിക്കൂട്ടുക എന്നതാണ്. എന്നാൽ BJP അങ്ങനെയല്ല. ദേശീയ വീക്ഷണം ഉൾക്കൊണ്ടുകൊണ്ടും അതുപോലെ ദേശീയ നയങ്ങൾക്കനുസൃതമായും സംസ്ഥാനത്തെ ദരിദ്രരും ദുർബലരുമായ ജനങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കുന്ന തരത്തിൽ ദീർഘവീക്ഷണമുള്ള സമീപനമാണ് BJP കർണാടകത്തിൽ സ്വീകരിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു.